അപ്പോൾ കേരളത്തിലെ 3-4 ആക്ടേഴ്സിനെ എടുത്താൽ അതിലൊരാളായിട്ടുള്ള ഒരു പ്രമുഖനായ നടനെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ വെക്കണമെങ്കിൽ അതിജീവിതയ്ക്കൊപ്പമാണ് കേരളത്തിലെ സർക്കാർ എന്ന് 100 പ്രാവശ്യം തെളിയിച്ച ഒരു സംഗതിയാണിത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭാവസ്ഥ വെച്ചിട്ട് വേണോ കേരളത്തിലെ ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ? കെ ഗോപൻ, മുഖ്യമന്ത്രി ഇന്ന് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പറഞ്ഞത് കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ കാട്ടിക്കൂട്ടുന്നത് നോക്കൂ, അതിജീവിതമാരോടൊക്കെ നിങ്ങളെ കൊല്ലും എന്ന വിധത്തിലാണ് അവർ പറയുന്നത് എന്ന്. ഇത് ഇന്നത്തെ അജണ്ടയാക്കി നിശ്ചയിക്കുക എന്നുള്ളത് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമല്ല, ഞങ്ങൾ വികസനം ഉയർത്തിപ്പിടിച്ചാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് എപ്പോഴും പറയാറുണ്ടായിരുന്നു CPM പ്രതിനിധികൾ. പക്ഷേ ഇന്ന് ഇതായിരിക്കണം അജണ്ട എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുകയായിരുന്നു. ശ്രീ കെ ഗോപൻ, അങ്ങനെയല്ല നമ്മൾ അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ആഗ്രഹം, ഒരുപക്ഷെ മറ്റേത് തെരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ അത്ര ആത്മവിശ്വാസം വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുണ്ട്. സംസ്ഥാന ഗവൺമെന്റിൻ്റെതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും എല്ലാം ചരിത്രത്തിലില്ലാത്ത 10 വർഷക്കാലത്തെ കടുത്ത വികസനത്തിൻ്റെ ഉത്തുംഗതയിലെത്തിക്കാൻ അതിൻ്റെ ഒരു തുടർച്ച കേരളം ഇന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നുള്ളത് ജനങ്ങൾക്കാകെ ആവേശമുള്ള കാര്യമാണ്. അത് തെരഞ്ഞെടുപ്പിൽ അജണ്ടയാകാതിരിക്കാൻ പരിശ്രമിച്ചതാകെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. വികസനം ചർച്ച ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം രണ്ടാമത് വരാനുള്ള കാരണം എന്താ? വികസനം ചർച്ചയാക്കിയതുകൊണ്ടാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ ഇരുന്ന ഗവൺമെൻറ്റുകൾ എടുത്തിട്ടുള്ള നിലപാട്, കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധ നിലപാട്, അത് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴും BJP ഭരിക്കുമ്പോഴും കോൺഗ്രസിൻ്റെ തന്നെ 6 മന്ത്രിമാർ കേന്ദ്രമന്ത്രിസഭയിലുണ്ടായിട്ടും ഇപ്പോഴും 19 MP-മാർ ഉണ്ടായിട്ടും ഇന്നും നോക്കിയേ പാർലമെന്റിൽ ഉയർത്തിയ പ്രശ്നം കേന്ദ്ര സർക്കാരിനെതിരായിട്ടല്ല ഇവരെല്ലാം കൂടെ എഴുന്നേറ്റ് നിന്നത്. സംസ്ഥാനത്തെ വിഷയമാണ് അവിടെ ഉയർത്തുന്നത്. ഇവിടെ ഒരു അസംബ്ലി ഇല്ലേ, ഇവിടെ ഒരു സംവിധാനം ഇല്ലേ? ആ സംവിധാനത്തിൽ പറയേണ്ടതിന് പകരം പാർലമെന്റിൽ പോയി അവർ പറയുന്നതും ഇവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് അവിടെ അവതരിപ്പിക്കുന്നത്, അല്ലാതെ കേരളത്തിൻ്റെ പ്രശ്നങ്ങളല്ല. അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുമ്പോഴും BJP അധികാരത്തിൽ ഇരിക്കുമ്പോഴും കേരളത്തോട് ഇത്രയും വലിയ ദ്രോഹം ചെയ്യുമ്പോഴും ആ ദ്രോഹത്തെ അതിജീവിച്ചുകൊണ്ട് കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്, ഒരു സ്റ്റേറ്റുമായിട്ടും കമ്പാരിസൺ ഇല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായിട്ടും താരതമ്യമില്ലാത്ത വിധത്തിൽ അന്താരാഷ്ട്ര സമൂഹവുമായിട്ട് മാത്രം താരതമ്യം എന്ന അവസ്ഥയിലേക്ക് കേരളം എത്തുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കില്ലേ? വികസനമല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്താണ് പ്രശ്നം? അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ വിഷയം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം വരുന്നു, അടൂർ പ്രകാശിൻ്റെ അഭിപ്രായം വരുന്നു, അതുപോലെ KPCC പ്രസിഡന്റ് അഭിപ്രായം വരുന്നു. ഇന്നതാ അതിനുശേഷം രാഹുൽ വന്നപ്പോൾ അദ്ദേഹത്തെ ആ പ്രാദേശികമായിട്ടുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും സ്വീകരിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ പിന്നെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. ഒരു സിനിമാ ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രതികരിച്ചത് എത്ര ശരിയായിരുന്നു എന്നുള്ളതാണ്. രാവിലേക്ക് ശേഷം വന്ന സംഭവം കൂടെ നോക്കിക്കഴിഞ്ഞാലും അതിനു മുമ്പുണ്ടായ സംഭവങ്ങളും എല്ലാം എടുത്താൽ അദ്ദേഹത്തെ പോലെ പരിണതപ്രജ്ഞനായ ദീർഘകാലത്തെ കേരള രാഷ്ട്രീയം കണ്ടുപരിചയിച്ച പഴയ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP രാഷ്ട്രീയമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ മുമ്പിൽ വരുന്ന പരാതിയും അദ്ദേഹത്തിന് കിട്ടുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയൊക്കെ റിപ്പോർട്ടൂടെ വെച്ചിട്ട് കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന ഈ നിലപാട് എന്താണ്? അതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ മാക്സിമം വാക്ക് ഉപയോഗിച്ചിട്ടാണ് അത്തരം ഒരു കാര്യം പറഞ്ഞത്. അത് അജണ്ട ഇന്ന് ആ വിഷയം ചർച്ച ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല, മറിച്ച് കേരളത്തിൻ്റെ വികസനത്തിൽ നിന്ന് വഴിമാറ്റി ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയാണ് മുഖ്യമന്ത്രി ഇന്ന് അവിടെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ വിഷയവും ചർച്ച ചെയ്യേണ്ടതാണ്. അത് തെരഞ്ഞെടുപ്പ് സമയത്തെ ചർച്ചയല്ല. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്തെ ഒരു ചർച്ചയായി മാറേണ്ടതല്ല അത്. കാരണം ഇത് കേരളത്തിലെ സ്ത്രീ സുരക്ഷ, ജെൻഡർ ബജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ച ഒരു സംസ്ഥാന ഗവൺമെൻറ്, അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി 50% സ്ത്രീ സംവരണം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ അതിജീവിതമാർ, ഒരു പക്ഷേ ദിലീപിനെ പോലുള്ള ആളുകൾ, അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഇവിടെ അടൂർ പ്രകാശിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമായിരുന്നു, അദ്ദേഹത്തിന് സ്വാധീനമുള്ള ഒരു ഭരണമായിരുന്നെങ്കിൽ ദിലീപ് ജയിലിൽ കിടക്കുമായിരുന്നു? ദിലീപ് ഒരു ദിവസം ജയിലിൽ കിടക്കുമായിരുന്നു. അപ്പോൾ കേരളത്തിലെ 3-4 ആക്ടേഴ്സിനെ എടുത്താൽ അതിലൊരാളായിട്ടുള്ള ഒരു പ്രമുഖനായ നടനെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ വെക്കണമെങ്കിൽ അതിജീവിതയ്ക്കൊപ്പമാണ് കേരളത്തിലെ സർക്കാർ എന്ന് 100 പ്രാവശ്യം തെളിയിച്ച ഒരു സംഗതിയാണിത്. അതുപോലെ മറ്റ് പല കേസുകളിലും കേരള സർക്കാരിന് മുമ്പിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടു പോകുന്നതും പ്രോസിക്യൂഷന്റെ പരാജയമാണോ എന്നുള്ളൊരു ചോദ്യം അതേ സർക്കാർ തന്നെയാണ് നേരിടുന്നത്. എന്താണ്? അല്ല, പ്രോസിക്യൂഷൻ്റെ പരാജയം അതിനകത്തുണ്ടെന്ന് നിയമവിദഗ്ധരാരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ സാർ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിയമവിദഗ്ധരായിട്ടുള്ള ആളുകളെല്ലാം പ്രോസിക്യൂഷന് എന്തുകൊണ്ടാണ് 2 പ്രോസിക്യൂട്ടർമാർ റിസൈൻ ചെയ്ത് പോകേണ്ടി വന്നേ?
മൂന്നാമത്തെ പ്രോസിക്യൂട്ടർ കൂടി റിസൈൻ ചെയ്യാതിരുന്നത് മഹാകാര്യം നമ്മൾ കണ്ടാൽ മതി. കാരണം കോടതി അത് ശ്രവിക്കുന്നില്ല എന്നുള്ളത് ഇന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തെ അനലൈസ് ചെയ്യുന്ന നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ തെളിവ് ഹൈക്കോടതി സ്വീകരിക്കും, ഈ തെളിവ് സുപ്രീം കോടതി സ്വീകരിക്കും. കാരണം ഇവർ തമ്മിൽ ഈ റേപ്പിന് വേണ്ടി ഇറങ്ങി തുനിഞ്ഞവന്മാരും അതുപോലെ ഇതിന് നിർദ്ദേശം കൊടുത്തവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ സുവ്യക്തമായി കോടതിയുടെ മുമ്പിൽ ഉണ്ട്. അത് പ്രോസിക്യൂട്ടേഴ്സ് വെച്ചിട്ടുമുണ്ട്, അതിനുള്ള തെളിവ് ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ ബധിരകരണങ്ങളിലാണ് അത്. ശരി, അപ്പൊ പറഞ്ഞു വരുന്നത് ഈ സ്ത്രീ സംരക്ഷക സർക്കാർ ഈ കേരളത്തിൽ നിലകൊള്ളുന്നു. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം വിഷയം പോലൊന്ന് വരുമ്പോൾ അത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചർച്ച ചെയ്യും. പക്ഷേ ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് വികസനമാണ്, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് വികസനമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വികസനം തന്നെയാണ് പ്രധാനമായും പറഞ്ഞത് എന്നുള്ളതാണല്ലോ താങ്കൾ പറഞ്ഞു വരുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇക്കഴിഞ്ഞ ആദ്യഘട്ട വോട്ടെടുപ്പ്, ഇപ്പൊ ഇന്നത്തെ വോട്ടെടുപ്പ്, ഈ രണ്ട് ഘട്ടങ്ങളിലാകട്ടെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് CPM വിലയിരുത്തുന്നുണ്ടോ? ഞങ്ങൾ അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകളല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭാവസ്ഥ വെച്ചിട്ട് വേണോ കേരളത്തിലെ ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ? അത് കോൺഗ്രസിന്റെ അപജയങ്ങളിലൊന്നാണ്. അത് അവര് തന്നെ പരസ്പരം ചർച്ച ചെയ്ത് ഒരാൾ രാവിലെ ഒന്ന് പറയും, വൈകുന്നേരം വേറൊരാൾ തിരുത്തും. അത് അവരുടെ നയമാണ്. വലതുപക്ഷ ജീർണതയിലാണ് സ്ത്രീവിരുദ്ധത ഉണ്ടാവുന്നത്. ഒന്നുകിൽ സ്ത്രീകളെ വലതുപക്ഷം ബഹുമാനിച്ച് മൂലയ്ക്കൊരുത്തും. നമ്മുടെ ദ്രൗപദി മുർമുവിനെ ബഹുമാനിച്ചൊരു മൂലയ്ക്കിരുത്തും. അവരെ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുപ്പിക്കില്ല, അല്ലെങ്കിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുപ്പിക്കില്ല, അല്ലെങ്കിൽ അവരെ ചവിട്ടിയായിരിക്കും. ഇതാണ് അവരുടെയൊക്കെ നയം. കാരണം അത് മത തീവ്രവാദ സ്വഭാവമുള്ളവർക്കും അതിലൊക്കെ അമിതമായിട്ട് താല്പര്യമുള്ളവർക്കും എല്ലാം സ്ത്രീവിരുദ്ധത അവരുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ പേരിലാണ് നമ്മുടെ ഭാഷയിൽ തന്നെ സ്ത്രീവിരുദ്ധതയുണ്ട്. അതെ, പഴഞ്ചൊല്ലിൽ സ്ത്രീവിരുദ്ധതയുണ്ട്. അത് പലരും നമ്മൾ അറിയാതെ തന്നെ പല ആളുകളുടെയും വാക്കുകളിൽ അവർക്ക് സ്ത്രീവിരുദ്ധത ഇല്ലെങ്കിലും അറിയാതെ വന്നു പോകും. സ്ത്രീകളിൽ തന്നെ നല്ലതുപോലെ സ്ത്രീവിരുദ്ധതയുണ്ട്. അത്തരം ആശയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നോക്കൂ, അമ്മയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് എന്താ പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം കൊടുക്കാതെ വരുന്നത്? അതെല്ലാം അവർ അതിൻ്റെ ഭാഗമായി അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ട, ഷെയ്പ്പ് ചെയ്യപ്പെട്ട ആളുകളാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഈ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യേണ്ടത്, കേരളീയ സമൂഹത്തിലും ഭാരതീയ സമൂഹത്തിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന പുരുഷ മേധാവിത്വത്തിൻ്റെ ഇടങ്ങളെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അത്തരം വിശാലമായ കാര്യത്തിലേക്കൊക്കെ നമുക്ക് പോകാം. ആ ഒരു ക്യാൻവാസിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതിനകത്തേക്ക് CPM എന്ന പാർട്ടിയെ കൂടി നമ്മൾ കടത്തി വെച്ച് ചർച്ച ചെയ്യും എന്നുള്ളതാണ്. വിശാലമായ അർത്ഥത്തിൽ അത് പരിഹരിക്കപ്പെടേണ്ടതുമെന്നാണ് എന്നുള്ള താങ്കളുടെ ആ പോയിന്റ് ഞാനും ഉൾക്കൊള്ളുന്നു. കാരണം ഇതിനകത്ത് ഈ പുരുഷാധിപത്യത്തിന്റെ പ്രശ്നങ്ങൾ CPM എന്ന പാർട്ടിക്കകത്തുണ്ടല്ലോ. CPM ഭരണകർത്താക്കൾക്കുണ്ട്, ഇടതുപക്ഷത്തുണ്ട്, വലതുപക്ഷത്ത് മാത്രമല്ല ഇടതുപക്ഷത്തുണ്ട് സ്ത്രീ ലംബടന്മാർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആളുകളല്ലേ. അഡ്രസ് ചെയ്യുന്നതും പൊതുവിഷയങ്ങളെ എനിക്ക് അങ്ങ് പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. മുഖ്യമന്ത്രിയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. PK ഗോപൻ, ചെന്നിത്തലയായാലും VD സതീശനായാലും സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങളെ ഒന്ന് നോക്കൂ, അതിനകത്തുള്ള സ്ത്രീലമ്പടന്മാരെ നോക്കൂ, അവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തിയിട്ട് കോൺഗ്രസിനെ നന്നാക്കാൻ വരുന്നതിൽ എന്താ അർത്ഥമാണുള്ളത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയോട് തിരിച്ചു ചോദിച്ചത്. അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അദ്ദേഹം അതിന് ഒരു പക്ഷേ അടുത്ത ദിവസം മറുപടി പറയുമായിരിക്കും. പക്ഷേ ഇവിടെ സ്പെസിഫിക് ആയി മുകേഷിന്റെ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിച്ചു. നമ്മൾ ഈ ചർച്ചയിൽ, ഈ വിഷയത്തിലെ ചർച്ചയിൽ ഒട്ടേറെ തവണ മുകേഷിന്റെ കാര്യം പറഞ്ഞു പോയിട്ടുണ്ട്. അതിനൊടുവിൽ ഇപ്പോൾ പുതിയ ഒന്നാണ് PT കുഞ്ഞുമുഖവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം. അദ്ദേഹം ഇടത് സഹയാത്രികനാണ്, മുൻ MLA ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ അദ്ദേഹത്തിനെതിരെയുള്ള പരാതിയുടെ ഉള്ളടക്കം, അതിന്റെ എല്ലാ രഹസ്യാത്മകതയും നിലനിർത്തിക്കൊണ്ട്, ഐഡന്റിറ്റിയുടെ കാര്യമൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, അതിന്റെ ഉള്ളടക്കം എത്ര ഗൗരവപ്പെട്ടതാണെന്ന് പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. IFFKയുടെ സെലക്ഷൻ സ്ക്രീനിംഗ് ആണ്. IFFKയുടെ സെലക്ഷൻ സ്ക്രീനിങ്ങിൽ സംവിധായകനായ ഈ PT കുഞ്ഞുമുഹമ്മദ് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്, ഒരു സൽക്കാരം ഒരുക്കി വിളിച്ചു വരുത്തി അവിടെ വെച്ച് അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി നൽകുന്നത്. ഈ പരാതി പോയത് നവംബർ മാസം 27-ാം തീയതി ഇമെയിൽ വഴിയാണ്. ഡിസംബർ 2-ാം തീയതിയാണ് ആ പരാതിയിൽ പോലീസിന് കിട്ടുന്നത്. ഡിസംബർ 27-ാം തീയതി. ഡിസംബർ 8-ാം തീയതിയാണ് കന്റോൺമെന്റ് പോലീസ് അതിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കേരളത്തിലെ ഇടതുപക്ഷം സ്ത്രീപക്ഷമാണ് എന്ന് അഭിമാനത്തോടു കൂടി നിങ്ങൾ പറയുന്നുവെങ്കിൽ ഈ കാലതാമസത്തിന്റെ കൂടി ഒരു കാരണം സമൂഹത്തോട് പറയണം. കോൺഗ്രസിന് മറുപടി നൽകാം. ആദ്യം ഈ ചോദ്യത്തിന് CPMന്റെ ഉത്തരം എന്താണ്? ഇല്ല, ശ്രീ മുഹമ്മദ് റാഷിദ്, അങ്ങയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് അങ്ങയുടെ ചോദ്യത്തെ ഞാൻ രണ്ടാമതേ പരിഗണിക്കുന്നുള്ളൂ. ദയവായി ക്ഷമിക്കണം. ഇവിടെ BJPയുടെ പ്രതിനിധി വളരെ ആവേശത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങൾ ലൈഫ് മിഷൻ പദ്ധതി, വികസനം ചർച്ച ചെയ്യാതെ പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെട്ട ഒരമ്മച്ചിക്ക് പൈസ കിട്ടാൻ താമസിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആക്ഷേപം. 4,71,000 ആളുകൾ പിണറായി സർക്കാർ കൊടുത്ത 4 ലക്ഷം രൂപ വീതം കൈപ്പറ്റി അവരുടെ കൂടി സംഭാവന ചേർത്ത് ആ കുടിലുകളിൽ ഉറങ്ങുകയും അവിടെ ഇരുന്നു കൊണ്ട് മനോരമ ചാനൽ കാണുകയും ചെയ്യുന്നു എന്നുള്ളത് ബഹുമാന്യനായ BJP പ്രതിനിധി മനസ്സിലാക്കണം. 5.25 ലക്ഷം പേര് ലിസ്റ്റ് വന്നിട്ടുണ്ട്, ഓർഡർ ആയിട്ടുണ്ട്, എഗ്രിമെൻ്റ് ആയിട്ടുണ്ട്, 4.25 ലക്ഷം വീട് പൂർത്തിയായിട്ടുണ്ട്. ഈ വീടിന് 4 ലക്ഷം രൂപ കേരള സർക്കാർ കൊടുക്കുമ്പോൾ അങ്ങയുടെ സർക്കാർ കൊടുക്കുന്ന 72,000 രൂപയാണ് ഒരു വീടിന് കൊടുക്കുന്നത്. ഇനി അത് കൊടുത്താൽ തന്നെ, അത് കൊടുക്കണമെങ്കിൽ നരേന്ദ്രമോദി ഈ വീടിൻ്റെ ഐശ്വര്യം അതിൻ്റെ മുമ്പിൽ എഴുതി വെക്കുകയും വേണം.
ലൈഫ് മിഷനകത്ത് പിണറായി വിജയന്റെ പേരും പടവും ഒന്നും വെക്കാൻ പാടില്ല എന്നുള്ളത് ശക്തമായി തന്നെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇതാണ് വ്യത്യാസം. ഇനി കേരളത്തിലുള്ള ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടു പോവുകയാണ്. കേരളത്തിലുള്ള ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടു പോവുകയാണ്. അതിന്റെ ഭാഗമായി 30 ലക്ഷം വടക്കേന്ത്യക്കാർ അങ്ങയുടെ പ്രധാനമന്ത്രി എന്താണ് ഇടയ്ക്ക് ശബ്ദം വരുന്നത് ശ്രീ ഹാഷിദ്? നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങയുടെ പ്രധാനമന്ത്രി 13 വർഷം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നില്ലേ? അവിടെ നിന്നുള്ള മനുഷ്യർ കേരളത്തിൽ വന്ന് പണിയെടുത്തോണ്ടിരിക്കുക. UP ഇല്ലേ നിങ്ങളുടെ മാതൃകാ സ്റ്റേറ്റ്? അവിടെ നിന്നുള്ള ആളുകൾ കേരളത്തിൽ വന്ന് പണിയെടുത്തോണ്ടിരിക്കുക. നോർത്ത് ഇന്ത്യയിലെ നിരവധി സ്റ്റേറ്റുകളിൽ നിന്നുള്ള 30 ലക്ഷം ആളുകൾ ഈ കേരളത്തിൽ വന്നാ പണിയെടുക്കുന്നേ. ഈ കേരളത്തിലുള്ള ആളുകൾ പുറത്തു പോയി പണിയെടുക്കുന്നുണ്ട്. അത് ഗുജറാത്തിലോട്ടല്ല വരുന്നേ, UP യിലോട്ടല്ല വരുന്നേ, അവര് വെസ്റ്റേൺ കൺട്രീസിലോട്ടാ പോകുന്നേ. അതിൻ്റെതായ ആകർഷണീയതയുണ്ട്. ഇനി അങ്ങ് ഈ വടക്കേന്ത്യ പോയി കാണാൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായിട്ട് ബീഹാറിൽ പോയി കണ്ട് മലയാള മനോരമയുടെ ലേഖകരും ഉണ്ടായിരുന്നു ബീഹാർ ഇലക്ഷന്. അവിടെ പോയി പട്ടിണി കിടക്കുന്ന മനുഷ്യരെ, മൃഗങ്ങളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരുടെ ഒരുപാട് വിഷ്വൽസ് എടുത്ത് ഇപ്പൊ കേരളത്തിൽ കൊടുത്തു. ബീഹാറിൽ ഇലക്ഷൻ നടന്നപ്പോൾ അത് ഞങ്ങളോട് സ്നേഹമുള്ളവരും വിരോധമുള്ള ചാനലുകാരും എല്ലാം അതെടുത്ത് കൊടുക്കേണ്ടി വന്നു. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, വിദേശ രാഷ്ട്രപ്രതിനിധികൾ വരുമ്പോൾ നിങ്ങൾ മതിൽ കെട്ടി മറയ്ക്കും, ചേരികളെല്ലാം മതിൽ കെട്ടി മറയ്ക്കും. ഇത്ര ഗുരുതരമായ എൻ്റെ BJP സുഹൃത്തെ, ഈ വടക്കേ ഇന്ത്യയിലെ ജീവിതവും കേരളത്തിലെ ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞത് വളരെ വലിയ അന്തരം അതിനകത്തുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ദ്രൗപദി മുർമുവിൻ്റെ പ്രശ്നം ഞാൻ ഉയർത്തിയപ്പോൾ അങ്ങ് ആക്ഷേപിക്കുന്നതല്ലാതെ ഞാൻ പറഞ്ഞ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തില്ല. എൻ്റെ ക്വസ്റ്റ്യൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എന്തുകൊണ്ട് പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ ലോകത്തെവിടെയും ഭരണത്തിന്റെ ചീഫാണ് അവിടുത്തെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത്? ഇന്ത്യയിലെ ഭരണത്തിന്റെ ചീഫ് എന്ന് പറഞ്ഞാൽ കരസേനയുടെയും കടൽ സേനയുടെയും വായുസേനയുടെയും അധിപയായിട്ടുള്ള പ്രധാനമന്ത്രി, പ്രസിഡന്റാണ് ഇന്ത്യയുടെ ചീഫ് എന്ന് പറഞ്ഞാൽ, സുപ്രീം എന്ന് പറഞ്ഞാൽ. അവരല്ല പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. രാമക്ഷേത്രത്തിൽ അവരെ ക്ഷണിച്ചിട്ടില്ല. രാമക്ഷേത്ര ഉദ്ഘാടന സ്ഥലത്ത് അവരെ ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൂജിച്ച് മൂലയ്ക്ക് ഇരുത്തുക എന്നുള്ള പരിപാടി നിങ്ങൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ എന്തുകൊണ്ട് ഈ PT കുഞ്ഞുമുഹമ്മദിന്റെ കേസ്? ശ്രീ റാഷിദെ, ഞാൻ വളരെ കൃത്യമായിട്ട് പറയട്ടെ, ഈ അടൂർ പ്രകാശിന്റെ മന്ത്രിസഭയാണ് കേരളത്തിൽ അധികാരത്തിൽ ഇരുന്നതെങ്കിൽ സാക്ഷാൽ ദിലീപ് ജയിലിൽ കിടക്കുമായിരുന്നോ? ഇതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതാണ്. അപ്പൊ PT കുഞ്ഞുമുഹമ്മദ് അല്ല, ഏതൊരു കേസിലും കേരളത്തിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിരിക്കും. ഇപ്പൊ തന്നെ പ്രമുഖ സിനിമാ നടൻ പ്രതിയായ കേസ്, അല്ലെങ്കിൽ ദിലീപ് എന്ന് പറയാമല്ലോ നമുക്ക്. ദിലീപ് എന്താണ് എന്തുറപ്പ്? ഹലോ, അത് പറയാം. ഞാൻ പറഞ്ഞത് നീതി കിട്ടിയിരിക്കുന്ന ഉറപ്പാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ദിലീപിന്റെ കേസിൽപ്പെട്ട ആളുകൾ ശിക്ഷിക്കപ്പെട്ട എങ്ങനെ? ദിലീപിന്റെ കേസിൽപ്പെട്ട ആളുകൾ ശിക്ഷിക്കപ്പെടുന്നത് ഇവിടെ എത്ര ശക്തമായി ആ കേസ് രജിസ്റ്റർ ചെയ്ത് അതിന്റെ പിറകിൽ നിന്നുകൊണ്ടാണ്. കേരളത്തിലെ ഒരു 3-4 ആക്ടേഴ്സിൽ ഒരാളായ ശ്രീ ദിലീപ് ദിലീപ് ഉൾപ്പെട്ട കേസിൽ നീതി നടപ്പാക്കപ്പെട്ടു, ഇപ്പോൾ വിധിയിൽ നീതി നടപ്പാക്കപ്പെട്ടു എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അതാണോ നിങ്ങൾ സ്ത്രീപക്ഷ ബോധം എന്ന നിലയ്ക്ക് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, അങ്ങനെ വ്യാഖ്യാനിക്കല്ലേ, അങ്ങനെ വ്യാഖ്യാനിക്കല്ലേ. അതായത് ആ കേസിൽപ്പെട്ട കുറെ അധികം ആളുകൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതും ആ കേസിൽ സംസ്ഥാന ഗവൺമെന്റ് അപ്പീൽ പോകാനുള്ള എല്ലാ ശക്തമായ നിലപാടുകളും സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് കേരളത്തിൽ മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞേ. പ്രജ്വൽ രേവണ്ണയുടെ കേസ് നിങ്ങൾ നോക്കിയാൽ മതി. ഇന്നലെ നിങ്ങളുടെ ഫ്ലോറിൽ തന്നെ ഇരുന്നുകൊണ്ട് ബഹുമാന്യായ ഒരു മാധ്യമപ്രവർത്തകർ പറഞ്ഞെന്താണെന്നറിയോ? ആ പ്രജ്വൽ രേവണ്ണയുടെ കേസിൽപ്പെട്ട ആളുകൾക്ക്, അതിലെ വാദികളുണ്ടല്ലോ, അവർക്ക് സ്വന്തം ഗ്രാമത്തിൽ ചെല്ലാൻ പറ്റുന്നില്ല, അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. SITയുടെ സംരക്ഷണമില്ല, ഗവൺമെന്റ് സംരക്ഷണമില്ല, പോലീസിന്റെ സംരക്ഷണമില്ല. അതല്ല കേരളത്തിലെ സ്ഥിതി. കേരളത്തിലെ അതിജീവിതന്മാരെ തൊടാൻ അവരങ്ങോട്ടൊരു പരാതി കൊടുത്താൽ ആ പരാതി കൊടുത്തതിന്റെ പേരിൽ അവരെ ആക്രമിക്കാൻ കഴിയില്ല കേരളത്തിൽ. പിന്നെ കോൺഗ്രസിന്റെ സൈബർ പോരാളികൾക്ക് അവരെ ചീത്ത വിളിക്കാവുന്ന മാത്രമേ ഉള്ളൂ, അല്ലാതെ അവരുടെ ദേഹത്ത് കയറിയും അവരുടെ വീട്ടിൽ കയറിയും ഒന്നും ചെയ്യാൻ കേരളത്തിൽ കഴിയില്ല. അപ്പോൾ കേരളത്തിൽ ഏത് MLA മാർ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് മുകേഷിന്റെ MLA കുറിച്ച് അദ്ദേഹം പറഞ്ഞു, മുകേഷിന്റെ കേസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ? ദിലീപിന്റെ കേസുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് മുകേഷ് നിരപരാധിയാണെന്ന് ഞാൻ വാദിക്കില്ല. അത് ശരിയാണ്. മുകേഷിന്റെ കേസ് മറ്റൊരു കേസുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് മറ്റ് സമാന കേസുകളുമായി താരതമ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. സമാന എന്നുള്ള വാക്ക് അവിടെ ചേരില്ല. മറ്റ് കേസുകൾ, ബലാത്സംഗ കേസുകളോ ആരോപണങ്ങളോ മീറ്റു ആരോപണങ്ങളോ ഒക്കെ ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നിൽക്കുമ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് ഇവിടെ ഒരു രീതിയല്ല എന്നുള്ളതാണ്. അതുവരെ കോടതി പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യരുത് എന്നോ, അല്ലെങ്കിൽ ഈ ജാമ്യാപേക്ഷയിൽ ഒരു തീർപ്പാകുന്നവരെ നോട്ട് ടു അറസ്റ്റ് എന്നോ ഒന്നും കോടതി പറഞ്ഞില്ല. പറയാത്ത സന്ദർഭത്തിലും പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ പറ്റിയിട്ടില്ല.
ഈ കേസുകളൊന്നും തുലനം ചെയ്യരുത്, രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ക്രൂരതയും ക്രൈമുമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. റാഷിദെ, അതിലൊരു ചെറിയ ക്ലാരിറ്റി വേണം. അത് ഞാൻ വ്യക്തമാക്കാം. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സംഭവം പെൺകുട്ടി അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് അദ്ദേഹം പോയത് തമിഴ്നാട്ടിലേക്കല്ല, കർണാടകത്തിലേക്കാണ്. എന്തുകൊണ്ടാണ്? തമിഴ്നാട്ടിൽ അടുത്ത് ആക്സസ് ഉള്ളത് തമിഴ്നാടാണ്. പക്ഷേ അദ്ദേഹം കർണാടകത്തിലേക്ക് പോയത് കർണാടക സർക്കാർ കോൺഗ്രസിൻ്റെതാണ്. അതുപോലെ അദ്ദേഹത്തെ വലയം ചെയ്തുകൊണ്ട് കോൺഗ്രസിൻ്റെ വലിയൊരു പ്രവർത്തകരോടുണ്ടായിരുന്നു. തുടക്കത്തിൽ പോലീസിന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹം കർണാടകത്തിൽ പോയി തുടക്കത്തിൽ പോലീസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് പോലീസിൻ്റെ വലയത്തിൽ തന്നെ അദ്ദേഹം വന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ വന്നു. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ആൻറ്റിസിപ്പേറ്ററിക്ക് വേണ്ടി ഫയൽ ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ സാധാരണഗതിയിൽ അങ്ങനെ ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോയിക്കഴിഞ്ഞാൽ നമ്മൾ നിയമപരമായി തടസ്സമില്ലെങ്കിലും അറസ്റ്റ് ചെയ്ത് ശീലമില്ല. ഇതാണ് ഈ വ്യത്യാസം അതിനകത്ത് വരുന്നത്.